രണ്ട് വോട്ടർ ID കാർഡ് അത് കൈവശം വെച്ചതിൽ എന്താണ് RSS നേതാവായ KR ഷാജിക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. രണ്ട് സ്ഥലത്ത് വോട്ടുള്ളതിനാലാണ് രണ്ട് ID കാർഡ് ലഭിച്ചത് എന്നാണ് KR ഷാജിയുടെ വാദം. സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയാണ് തൃശൂരിൽ വോട്ട് ചേർത്തത്. എന്നാൽ വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. താനായിട്ട് രണ്ട് തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയിട്ടില്ല. രണ്ട് ID കാർഡ് ഉണ്ടാക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നറിയില്ല എന്നും ഷാജി മീഡിയ വണ്ണിനോട് പറഞ്ഞു. രണ്ട് സ്ഥലത്ത് വോട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും രണ്ട് ID കാർഡ് വരില്ലോ? ഇല്ല, വരില്ല. അതിപ്പോ ഇലക്ഷൻ കമ്മീഷണറൊന്ന് ചോദിക്കേണ്ടി വരും. എനിക്കറിയില്ല, ഞാൻ ഉണ്ടാക്കിയതല്ല എന്തായാലും. സുഹൃത്തെ, ഞാൻ മറ്റേ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്നുള്ള മോഹം കൊണ്ട് തന്നെയാണ് തൃശ്ശൂർ താമസിക്കുന്ന സമയത്ത് അവിടെ വോട്ടാക്കി. എന്തായാലും ഇപ്പോ നിയമം അനുശാസിക്കുന്ന രണ്ട് വോട്ട് എനിക്ക് രണ്ട് സ്ഥലത്തുണ്ട്. അതിൽ രണ്ട് സ്ഥലത്ത് വോട്ട് ചെയ്താൽ ഞാനൊരു ക്രിമിനൽ കുറ്റം ചെയ്തു. ഞാൻ ചെയ്തിരിക്കുന്നത് ആലത്തൂരാണ്. രണ്ട് സ്ഥലത്ത് വോട്ടുണ്ടെങ്കിൽ രണ്ട് ID കാർഡ് ഉണ്ടാവും. അത് ആ വോട്ടർ പട്ടികയുടെ സാധനം തന്നെയാണല്ലോ, ഡീറ്റെയിൽ തന്നെയാണല്ലോ. എന്തായാലും ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയതല്ല, എനിക്ക് അതിന്റെ സാങ്കേതിക വിദ്യ അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാറട്ടെ. മൊത്തം ഓൾ ഇന്ത്യ ലെവലിൽ വലിയൊരു മാറ്റത്തിന് ഇത് കാരണം ഞാനൊരു വിദഗ്ധമാവുകയാണെങ്കിൽ ഏറ്റവും നല്ലതല്ലേ. ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കാനോ ഉദ്ദേശിച്ചില്ല. എന്തായാലും ഇതിന്റെ സുഹൃത്തായിട്ടൊന്നും ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നില്ല. അതൊക്കെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ അവർക്ക് വോട്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിയമവിരുദ്ധമായിട്ട് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ആത്മവിശ്വാസമാണ് എന്നെ നിലനിർത്തുന്ന ഘടകം. ഞാൻ രണ്ട് വോട്ട് ചെയ്തിട്ടില്ല, ഒരു വോട്ട് ചെയ്തു. എന്റെ ഇലക്ഷൻ കാർഡ് കൊടുത്തിട്ടാണ് ഞാൻ ചേഞ്ച് ചെയ്യാൻ കൂടുതൽ മറ്റേ വോട്ട് പുതിയതായിട്ട് വോട്ട് ചേർത്തത്. സ്വാഭാവികമായിട്ടും അത് മാറുമെന്നാണ് ഞാൻ ധരിച്ചത്. മാറിയില്ല എന്നുള്ളത് എനിക്ക് ബോധ്യമായതുകൊണ്ടാണല്ലോ ഞാൻ എന്റെ പഴയ സ്ഥലത്ത് തന്നെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അവരും കൂടി വോട്ടുന്നത് കണ്ടപ്പോ പിന്നെ തൃശ്ശൂർ പോകണ്ടെന്ന് തീരുമാനിച്ചു. എന്റെ അമ്മയും കൂടി വന്നു വെച്ചെങ്കിൽ ഞാൻ പെട്ടുപോയിരുന്നു. അമ്മേനെയും വിളിച്ചതാണ്. അങ്ങനെ പിന്നെ ഞാൻ ഇപ്പൊ വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും തൃശ്ശൂര്. അപ്പൊ പെട്ടുപോയായിരുന്നു ഞാൻ. നിങ്ങളുടെ മുന്നിൽ ഉത്തരവില്ലാതെ ഞാൻ പ്രതിസന്ധിയിലായിരുന്നു. ഗുരുതരമായ നിയമലംഘനം നടത്തി എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ മാത്രമല്ലല്ലോ, അത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ ന്യായീകരിക്കുകയാണ്. എന്തായാലും അതൊരു കുറ്റകൃത്യമാണ് എന്ന് അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെ.